മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഡിഷിൻ്റെ റെസിപ്പി നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് എടുക്കാം. ഒരുപാട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ ഒരു സൈസിൽ മതിയാവും. നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റ്സ് ഒക്കെ ഒരു പകുതി വേവാകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റ് ഇപ്പോൾ പകുതിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഈ മുട്ട തനിയെ ക്യാരറ്റിൽ മിക്സ് ആവാതെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഒന്ന് എടുക്കാം. മുട്ട അത്യാവശ്യം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റും അതുപോലെ സവാളയും കൂട്ടുള്ള മിക്സിൻ്റെ കൂടെ ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയ മുട്ടയെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പാഴ്സ്ലി ലീവ്സ്, അതുപോലെ കുറച്ച് ഒറിഗാനോ, ഇത്ര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതീയിൽ വെച്ച് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് സ്ലൈസസ് എടുക്കാം. അതിൻ്റെ സൈഡ് വശം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാറ്റാവുന്നതാണ്. ഇനി ഈ ബ്രെഡിൻ്റെ ഒരു വശത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മറുവശത്ത് കുറച്ച് മയണൈസാണ് ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സിങ് വെച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും മുട്ടയും ചേർത്തിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ആ ചൂടോട് കൂട്ടുള്ള മിക്സിൻ്റെ മീതെ ഞാനിവിടെ ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഷ്രെഡഡ് ചീസ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് മറ്റേ പീസ് കൊണ്ട് ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ രണ്ടാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളുടെ സ്നാക്ക് ബോക്സിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.